നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ കാണുന്ന വേദയും വിശ്വ ശ്രീജയും കൂടെ വിക്രം കിടക്കുന്ന ആ ചായപ്പൊക്കെ ശരിയാക്കുവാടാ. നന്ദിനിക്കാണ് നല്ല 8ന്റെ പണിയാ കിട്ടിയത്. നന്ദിനി വിചാരിച്ചുകൊണ്ടിരുന്നേ മാഷ് വന്നിപ്പം എല്ലാം അങ്ങ് നിർത്തി വെപ്പിക്കും, പെയിന്റ് അടിക്കുന്നതിന്റെ പേരിൽ എല്ലാത്തിനും ചീത്ത പറയും, പെയിന്റ് പാട്ടയൊക്കെ എടുത്ത് എറിയൂന്ന് ഓർത്തിരുന്ന. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. മാഷ് ഫുൾ സപ്പോർട്ടും കൊടുത്തിട്ട് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും കമല വേദയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ എനിക്കറിയാല്ലേലും നീ മെടിക്കാന്ന് സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. നിനക്കെങ്കിലും ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നിയില്ലോ. അപ്പോഴേക്കും വേദ പറഞ്ഞു, അത് പിന്നെ വിക്രം മാല ഇട്ടിരിക്കുമല്ലേ അമ്മേ. അത് മാത്രമല്ല ഇതേ ഇപ്പൊ ശ്രീജേടത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു മുറി ഇത് വലിയ ചായപ്പല്ലേ, അപ്പൊ ഇതിന്റെ അപ്പുറത്തെ മുറിയൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണെങ്കിൽ കറി പൗഡറൊക്കെ അതിന്റെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നല്ല കാര്യമല്ലേ. കമൽ പറഞ്ഞു, അത് ശരിയാ, നല്ല കാര്യമാണ്. ആ സമയം വേദ പറഞ്ഞു, അത് മാത്രമല്ല ഒരു സ്വാമി കിടക്കണ മുറിയാണോ അത്, നല്ല ക്ലീൻ ആക്കിയണമെന്ന് എനിക്ക് തോന്നിയെന്ന് പറയണം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കമലയ്ക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ കമല പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഈ ജോലി ചെയ്യല്ലേ, ഞാനേ അടുക്കളയിൽ ഊണും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറിപ്പോയി. നന്ദിനി ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദിനിയെ വിളിച്ചു, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്താ? അതെ, അവരവിടെ ജോലി ചെയ്യുന്ന കണ്ടോ, വന്ന് ചോറും കറികളൊക്കെ ഉണ്ടാക്കണം, അതിന് സഹായിക്കാൻ പറയണം. ഞാനോ അമ്മേ, പിന്നെ ആര്? അവരവിടെ ജോലി ചെയ്ത് മടുക്കുമ്പോഴത്തേനും ആഹാരം കൊടുക്കണ്ടേ, നീ ഇവിടെ വെറുതെ ഇരിക്കൂലേ, ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. നന്ദിനിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല. ഏത് സമയത്താണോ എന്തോ ഇങ്ങനെ, എൻ്റെ ദൈവമേ, അവർക്ക് മുറി ക്ലീൻ ആക്കാൻ തോന്നിയ സമയം കൊള്ളാം. നന്ദിനി പിറുപിറുത്തോണ്ട് ചെല്ലുമ്പോഴത്തേനും കമല വെച്ച്, എന്താ നന്ദിനി? ഒന്നുമില്ല, മാഷ് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, നീ കൂടുതലൊന്നും പറയണ്ട. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശ്രീജേടത്തി പുതിയ ബിസിനസ്സും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ താൻ അടുക്കള ജോലികൾ മുഴുവൻ അമ്മയുടെ കൂടെ ചേർന്ന് ചെയ്യേണ്ടി വരും. ദൈവമേ, അതിനു മുമ്പ് വിനായകനോട് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് മാറണം, എന്തെങ്കിലും മാർഗം കണ്ടെത്തിയാൽ മതിയുള്ളൂ, ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല. ആ സമയത്ത് വിശ്വം വേദയോട് പറഞ്ഞു, വേദയെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ, അച്ഛൻ അന്ന് എന്തൊക്കെ പറഞ്ഞതാ, ഈ ചായപ്പ് ശരിയാക്കണ്ടെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളികൾ നടത്തിയതാ, എന്നിട്ടിപ്പോൾ കണ്ടോ വേദ പറഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല. ആ സമയം ശ്രീജ പറഞ്ഞു, അതെ ബാക്കി എല്ലാവരും വാഗുകൊണ്ട് പറയല്ലേ ചെയ്തേ, പക്ഷെ വേദ അങ്ങനെയല്ല, പ്രവർത്തിച്ച് കാണിക്കുമല്ലേ ചെയ്തേ വിശ്വേട്ടാ. വിശ്വം പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യം കേട്ടോ, എനിക്കും കുറെ പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെയൊക്കെ നേരെയാക്കണമെന്ന്, എല്ലാം പോയില്ലേ. വേദ പറഞ്ഞു, ഇനി എന്തിനാ വിഷമിക്കണേ, ഇനിയിപ്പോൾ അതിനേക്കാളും നല്ലൊരു സംരംഭമല്ലേ നമ്മൾ തുടങ്ങാൻ പോകുന്നേ, അത് സ്വന്തം ബിസിനസ് അല്ലേ, ഉറപ്പായിട്ടും ഈ ബിസിനസ് ക്ലച്ച് പിടിക്കും, എനിക്കറിയാം, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് സാധിക്കും. വിശ്വം പറഞ്ഞു, അതെ വേദയുടെ നാവ് പൊന്നാവട്ടെ, എനിക്ക് ഉറപ്പുണ്ട് വേദയെ പോലെ ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും തകർച്ച ഉണ്ടാവത്തില്ല. ശ്രീജ പറഞ്ഞു, അതെ അതുകൊണ്ടാണല്ലോ ഇത്രത്തോളം വരെ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നേ. പക്ഷേങ്കിൽ ദേ നന്ദിനിക്ക് ഒട്ടും അതും കൂടെ പിടിച്ചില്ല. ആ കൃത്യസമയത്ത് തന്നെ പോയി ഒറ്റിക്കൊടുത്ത കണ്ടോ, അതുകൊണ്ട് എന്തായി? അതുകൊണ്ട് വല്ലതായോ? നന്ദിനിയുടെ ഒരു സ്വഭാവം അറിയാലോ, അത് അത്ര കാര്യമായിട്ട് എടുക്കേണ്ടതേ. ഇങ്ങനെയാ നമ്മൾ എന്ത് പുതിയ ബിസിനസ് തുടങ്ങിയാലും നമ്മളെ താഴ്ത്തിക്കെട്ടാനും അല്ലെങ്കിൽ നമ്മളെ പിന്നോട്ട് വലിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ കാണും. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരിടത്തും എത്താനായിട്ട് സാധിക്കില്ല. നെഗറ്റീവ് ഇഷ്ടം പോലെയൊക്കെ വരുന്നേ, കാര്യമാക്കണ്ട. ഇപ്പം നന്ദിനിയടുത്തിയുടെ സ്വഭാവം കണ്ട, അത് ഓരോരുത്തരുടെ ക്യാരക്ടറാ, എത്രയാന്ന് പറഞ്ഞാലും അതൊന്നും മാറാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഉത്സാഹത്തോടെ അവരുടെ ജോലി തുടർന്നു. ഉച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ചോറും കറികളൊക്കെ ഉണ്ടാക്കി. കമല വന്ന് ഉണ്ണാനായിട്ട് വിളിക്കുകയാണ്. ഉണ്ണാൻ വിളിച്ചിട്ട് വേദയോട് ചോദിച്ചു, അല്ല വിക്രം വല്ല വിളിക്കോ മറ്റോ ചെയ്താ? ഇല്ലമ്മേ, അല്ല മാഷ് പറഞ്ഞായിരുന്നു വിക്രത്തെയും കൂടെ കഴിക്കാൻ വിളിക്കാനായിട്ട്, സ്വാമിയല്ലേ, അപ്പൊ പുറത്തുനിന്നൊക്കെ അങ്ങനെ കഴിക്കാന്ന് പറഞ്ഞാലേ വീട്ടിൽ വന്ന് കഴിച്ചിട്ട് പോവാലോ. അത് കേട്ടപ്പം വേദയ്ക്കും ഭയങ്കര സന്തോഷം. അച്ഛനിങ്ങനെ മുമ്പൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എപ്പോഴും അമ്മയാണ്. കാരണം ചോറുണ്ണാൻ വരുമ്പോൾ തന്നെ മുമ്പൊക്കെ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് മാഷ് എഴുന്നേറ്റ് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോഴൊരു പുതുമയാണ് വിക്രത്തെയും കൂടെ കഴിക്കാൻ വിളിക്കാനായിട്ട്. വേദയ്ക്ക് ഭയങ്കര സന്തോഷം. വേദ പെട്ടെന്ന് പോയി ഫോൺ എടുത്ത് വിക്രത്തെ വിളിക്കുകയാണ്. ഈ സമയത്ത് വിക്രം എന്ത് ചെയ്ത് ശ്രീകാര ശ്രീനിവാസനെയൊക്കെ കണ്ട് അങ്ങോട്ട് മടങ്ങുവാണ്. ആ സമയത്താണ് വേദയുടെ കോളി ചെല്ലുന്നത്. അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ ചോദിച്ചു, എന്താ വേദാളം, എന്താ വിളിച്ചതെന്ന് ചോദിക്കുക. ഇതേ വിക്രസ്വാമി, അങ്ങനത്തെ പേരൊന്നും വിളിക്കില്ല, മാല ഇട്ടിട്ടുണ്ടെന്നുള്ള ചിന്ത വേണം, വേണ്ടാത്ത വർത്താനങ്ങളൊന്നും നാവി വരില്ല. അയ്യോ സമ്മതിച്ചു, അങ്ങനെയാണെങ്കിൽ വേതാള വനിതാ രത്നമേ, വിളിച്ച കാര്യം എന്താന്ന് പറഞ്ഞാലും അങ്ങനെ വഴിക്കുവാ. അതെ വിക്രസ്വാമി കഴിച്ചോ? ഇല്ല, ഇവിടെ
ചോറിനാൻ നേരത്തെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്, ചോറിനാൻ വേണ്ടി വരാൻ പറഞ്ഞു. എന്നെയോ? അതോ ഇനിയിപ്പം വനിതാ രത്നത്തിന് പേര് മാറിപ്പോയോ? അതെ, വിക്രസ്വാമീനെ തന്നെ വിളിച്ച വരാൻ പറഞ്ഞു. അത് കൊള്ളാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനൊരു അന്താളിപ്പ്. ഈ സമയം വേദ വെച്ച് എന്ത് പറ്റി വിക്രസ്വാമി? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? അതെ, ഇനിയെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നടക്കും, ഒന്നും ആയിട്ടില്ല, ഇനി കണ്ടോ എന്നൊക്കെ പറയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം അങ്ങോട്ട് വന്നു. വിക്രം വരുമ്പോഴത്തേനും അകത്ത് ഭയങ്കര ചായപ്പിൻ്റെ താൻ കിടക്കുന്ന ചായപ്പ് ഭയങ്കര പ്രകടനങ്ങളാ. വിശ്വം ശ്രീജയും വേദയും കൂടെ. അപ്പം വിക്രം കൂടെ വന്നിട്ട് കഴിക്കാൻ പോകുന്നവരിത് കരുതി. എന്നിട്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒരമ്പരപ്പോടെ ഇങ്ങനെ വിക്രം നോക്കുന്നുണ്ടപ്പോഴത്തേനും വേദ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. എന്ത് പറ്റി വിക്രസ്വാമി? എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കണം. അല്ല, ഇതൊക്കെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്താ? ചായപ്പ് വൃത്തിയാക്കണ്ടേ? സ്വാമി കിടക്കുന്ന മുറിയല്ലേ, ആ മുറി എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. വിളക്കൊക്കെ വെക്കുന്ന സമയത്ത് നല്ല ഐശ്വര്യത്തോടെ വേണം വിളക്കൊക്കെ വെക്കാനായിട്ട്. അത് കേട്ടതും വിക്രം ചോദിച്ചു, അല്ല അച്ഛൻ പറഞ്ഞിട്ടാണോ ചെയ്തേ? അച്ഛനോ? ഞാൻ കുറച്ച് പെയിൻ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു, പിന്നെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ അറിഞ്ഞത്. അച്ഛന് എതിർപ്പൊന്നും പറഞ്ഞില്ല. അല്ല, മുമ്പ് ഞാൻ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞപ്പം അപ്പോഴച്ഛന് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. ആരാണെങ്കിലും ആദ്യം കുറച്ച് ദേഷ്യം കാണിക്കും, അപ്പോഴത്തെ ആ ദേഷ്യത്തിന് പറഞ്ഞു പോകുന്ന എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും അങ്ങനെ അങ്ങ് ദേഷ്യം കാണിക്കാൻ പറ്റുമോ? അച്ഛനും ഇത് എതിർപ്പില്ലായിരുന്നു. ഞങ്ങൾ തുടങ്ങി വെച്ചു. അതെ, കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് വേറെ ജോലിയൊന്നും ഇല്ലെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടണമെന്ന് പറയണം. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ഞാനോ? പിന്നല്ലാതെ, ദേ വിശ്വേട്ടനും ശ്രീജേടത്തി എല്ലാവരും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പണി തീർക്കാം. വിശ്വം വന്നിട്ട് പറഞ്ഞു, അതേടാ പെയിൻ്റ് അടിക്കാനല്ലേ നമ്മൾ 4 പേരും തന്നെ ധാരാളം. പിന്നെന്താ? വിക്രത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇവരൊക്കെ ഇത്ര ഊർജിതമായിട്ട് പോസിറ്റീവായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ പിന്നെ വിക്രത്തിന് മാത്രം നെഗറ്റീവായിട്ട് മാറി നിൽക്കാൻ പറ്റില്ല. വേദയല്ലേ ആള്, വേദ അങ്ങനെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. വിക്രത്തെ നന്നാക്കൂന്ന് പറഞ്ഞ് ഉറപ്പായിട്ടും നന്നാക്കിയിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. അങ്ങനെ അവരങ്ങോട്ട് കഴിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദിനിയോട് കമൽ പറഞ്ഞു, നന്ദിനി നീ ഇങ്ങോട്ടൊന്ന് ആഹാരമൊക്കെ എടുത്തു വെക്കാൻ പറയണം. ഞാനോ? അതിന് ശ്രീജേടത്തെയൊക്കെ ഉണ്ടല്ലോ. അതെ, അവൾ ഇത്ര സമയം അവരെ പണിത് മടുത്ത് വന്നതല്ലേ, കഴിക്കട്ടെ എന്നൊക്കെ പറയണം. നന്ദിനിക്ക് ഒട്ടും അതും കൂടി ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ വിക്രം വന്ന് കൈ കഴുകി. അപ്പോഴത്തേനും മാഷും കൈ കഴുകി വന്നിരുന്നു. വിക്രത്തിന് ഭയങ്കര സന്തോഷം തോന്നി. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് ഇരുന്ന് കഴിക്കണത്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ സന്തോഷമൊന്നും ആ കുടുംബത്തിലില്ല. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വാലേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിനൊക്കെ ശേഷം എല്ലാവരും തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചിരുന്ന് ആഹാരം കഴിക്കുക. പക്ഷെ നന്ദിനിയുടെ മുഖം മാത്രം ഇങ്ങനെ കടന്നല്ല കുത്തിയ പോലെ ഇരിക്കുക. താനാണെങ്കിലോ ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല, എന്താ കുത്തിത്തിരിപ്പുണ്ടാക്കണേ എന്നൊക്കെ നന്ദിനി വിചാരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് ആകെപ്പാടെ ടെൻഷനാണ്. കാരണം ശ്രീനിവാസിൻ്റെ അടുത്ത് പോയ കാര്യം നടന്നില്ല. ഇനിയിപ്പോൾ അടുത്ത് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. വാസവനെങ്കിൽ വാസവൻ്റെ പ്രധാന ശത്രുവാണല്ലോ വിക്രം. വിക്രത്തിനിട്ടൊരു പണി കൊടുക്കണം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വേദയുടെ പേർക്ക് സ്വത്തുക്കളൊക്കെ അച്ഛൻ എഴുതി വെക്കും, അവളുടെ ഓഹരി എഴുതി വെക്കും. അത് അവനും കൂടെ കൂടിയാ അങ്ങനെ ജീവിക്കാനായിട്ട് പോകുന്നത്. അതൊരു കാരണവശാലും പാടില്ല, അവനും കൂടെ കിട്ടും. ആ ഗുണ്ടയ്ക്ക് ഒരു കാരണവശാലും കിട്ടരുത്. അവനിട്ടൊരു പണി കൊടുക്കണം, ആ വിക്രത്തിനിട്ടൊരു പണി കൊടുക്കണം എന്ന് തന്നെ ശ്രീകാന്തൊക്കെ തീരുമാനിക്കുകയാണ്. പക്ഷെ അതൊക്കെ വെറുതെ, അതൊന്നും നടക്കാനായിട്ടൊന്നും പോകുന്നില്ല. ഇനിയിപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം നെക്സ്റ്റ് വീക്ക് പ്രൊമോ കേട്ടോ. ആ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആയിട്ട് നാളെ വരാം. ഇപ്പം ശനി ഞായറുമായിട്ട് വിശേഷങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇനിയിപ്പം ആ നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കകത്ത് വേദ താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. വേദ ഒരു കാര്യം മനസ്സ് വിചാരിച്ച് തന്നെയാണ് ശ്രീനിവാസിൽ നിന്ന് വിക്രത്തിനെ അടത്തി മാറ്റുക എന്നുള്ളത് വേദയുടെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. ശ്രീനിവാസും കുറെ കള്ളത്തരങ്ങളൊക്കെ വിക്രത്തോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങനെയല്ല എന്ന് വേദ തെളിവുകൾ സഹിതം നിരത്തിക്കൊണ്ടുവരും. ശ്രീനിവാസനെ പൂട്ടുക തന്നെ ചെയ്യും. അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.